ഇതോടൊപ്പം മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോട് പയ്യാനക്കലിൽ മദ്രസ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. നാട്ടുകാർ ഓടിക്കൂടിയാണ് കുട്ടിയെ രക്ഷിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പന്നിയങ്കര പോലീസിനെ ഏൽപ്പിച്ചു. ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് മോഷ്ടിച്ച കാറിലാണ് പ്രതി സഞ്ചരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഞാൻ സ്കൂളിൽ അവിടെ ഒരു ഓർഡർ ഇറക്കി കണ്ടുകൊണ്ട് വരായിരുന്നു. വരുന്ന ടൈമിൽ കുട്ടീൻ്റെ അടുത്തേക്ക് വണ്ടി സൈഡായി കണ്ട് സംസാരിക്കുന്ന സീന് കാണുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതുണ്ട്, കുട്ടീൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് എനിക്കൊരു സംശയം, എന്തോ ഒരു പന്തികളാണെന്നുള്ളത് തോന്നി. വലിയ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്, വയ്യ ഒഴിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ഞാൻ വണ്ടിയെ കൊണ്ടുപോയിക്കാണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് നിർത്തി അത് ഞാൻ നിർത്തിക്കാണ്ട് ചോദിച്ചു, എന്താ സംഭവം മോനെന്ന് വെച്ചു. കുട്ടീനെ വിളിച്ച് അപ്പോൾ ഇന്ന വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീൻ്റെ കൈ പിടിച്ചിക്കാണ്ട് ഞാൻ എന്താക്കി അവൻ്റെ അടുത്തേക്ക് വണ്ടിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കാൻ. ഞാൻ ഡോറ് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്താണെന്ന് വെച്ചു. അല്ല എൻ്റെ നാട് എവിടെയാണെന്ന് വെച്ചു. ഞാൻ കാസർഗോഡാന്ന് പറഞ്ഞു. ഈ കാസർഗോഡുള്ള ഈ എന്തിനാ ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ എൻ്റെ എന്താ ബന്ധമെന്ന് വെച്ചു. ബന്ധമല്ല, ഞാൻ പറഞ്ഞതാണ് കുട്ടീനോട് കയറിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പറയും ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയുന്നതല്ലേ, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നതല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ മൊബൈൽ എടുത്തു. എൻ്റെ മൊബൈൽ അപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരു മുണ്ടിൽ എന്തെല്ലോ സാധനം, ചെരുപ്പും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതെടുത്ത്. അപ്പോൾ ഞാൻ അടുത്തുള്ള ആളോട് പറഞ്ഞു ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേടുള്ളതാണ്. ആ സാധനം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഹാൻഡ്സിൻ്റെ പേക്ക് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമല്ല കണ്ടപ്പോൾ മുൻ കൗൺസിലർ ഉണ്ട് സീനത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംഭവം പന്തികേടാണ് കാണുന്നത് സീനത്ത എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ സീനത്താത നമ്പർ തരുന്ന് ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് ഞങ്ങൾ പന്നിയങ്കര ഏരിയ അല്ലോ, പന്നിയങ്കരയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പന്നിയങ്കരയിലേക്ക് വന്നാൽ അടുത്തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ സാർ അവിടെ എത്തി. അപ്പോഴത്തേന് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കാറിമെന്ന് നമ്പർ എടുത്തുകൊണ്ട് കാറിൻ്റെ ആ നമ്പർ എടുത്തുകൊണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു പറയും ഇവിടുന്ന് മിസ്സായിക്കിന്, വണ്ടി മിസ്സായിക്കിന്, ആ വണ്ടി ആയിട്ട് വന്നാൽ. അപ്പോൾ കളവാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതെന്താ തട്ടിക്കൊണ്ടാകാൻ വന്നത് തന്നെയാണെന്നുള്ളത്. ആ രീതിയിൽ പിന്നെ പോലീസ് വന്ന് ആളെ അവിടുന്ന് കൊണ്ടുപോയി. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ ഷോപ്പിൻ്റെ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നതാണ്. അപ്പോൾ പ്രതിനെ കാണണം. അപ്പോൾ പ്രതി ഇവിടെ ഇല്ല, അത് കാണാൻ വേണ്ടി വന്നതാണ്. തെറ്റിക്കോട്ടെ. എനിക്ക് കുറേ പേരക്കുട്ടികളുണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ പീടിയിലൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോഴേ അപ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനും ഒരു വിഷമം വന്ന്, അപ്പോൾ അതുകൊണ്ട് വന്നു നോക്കിയാ. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ വരുന്ന ആളുകളെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇതുവരെ ആ വഴിക്കൊക്കെ നായ് ശല്യമായിരുന്നു, അതന്നെ ഭയങ്കര പേടിയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൽ കൂടുതൽ വിഷമം ഇല്ല. അതൊന്നും നമ്മളെ ഈ പ്രദേശത്ത് അങ്ങനെ ഇല്ല. അത് പിന്നിലൊക്കെ വരുമ്പോൾ കൈയാട്ടിയിട്ട് ലിഫ്റ്റായിട്ട് ആരും നടക്കണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നതാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇവിടെ ഈ നാട്ടുകാരുടെ ജാഗ്രതയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. ഈ മോഷ്ടിച്ച കാറിൽ എത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നോ? ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇയാൾ ഏത് നാട്ടുകാരനാണ്? പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ടോം, ഇയാൾ കാസർഗോഡ് സ്വദേശിയായ ആളാണ്. സിനാൻ അലി യൂസഫ് എന്നാണ് ഇയാളുടെ പേര്. 33 വയസ്സുണ്ട്. മറ്റു വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് ചോദിച്ചു വരുന്നതേ ഉള്ളൂ. ആദ്യം ഈ നാട്ടുകാർ പലരും ചോദിച്ചപ്പോൾ ആസാംകാരനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അത്തരത്തിലൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് വിശദമായി ചോദിച്ചപ്പോൾ കാസർഗോഡ് സ്വദേശിയാണ് എന്ന് പറഞ്ഞത്. കയ്യിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള അത്തരം ഗാഡ്ജറ്റുകളൊന്നുമില്ല. അതായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഇയാൾ കോഴിക്കോട്ടേക്ക് എത്തിയതെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ബീച്ച് ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറ്, എറ്റിയോസ് കാറ്, ടാക്സി കാറാണ്. ആ കാറ് മോഷ്ടിച്ചാണ് ഇയാൾ പോകുന്നത്. ഈ ടാക്സിക്കാരനായതുകൊണ്ട് തന്നെ അവിടെ ഇട്ടിരുന്ന വാഹനത്തിൽ തന്നെയായിരുന്നു ഈ കാറിൻ്റെ താക്കോലും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇയാളുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും ആ കാറുമായി പോരുകയും അവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അപ്പുറമാണ്, ഏതാണ്ട് വളരെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പയ്യാനക്കൽ അങ്ങാടി എന്ന സ്ഥലം. അവിടെയാണ് ഈ കുട്ടി മദ്രസ പഠനത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. 10 വയസ്സുള്ള
ആൺകുട്ടിയാണുള്ളത്. ഈ കുട്ടിയോട് വീട്ടിലേക്ക് പോകാൻ കയറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി അപ്പോൾ അതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട, താൻ നടന്നു തന്നെ പൊക്കോളാം എന്നറിയിച്ചപ്പോൾ വീണ്ടും ഈ കുട്ടിയെ ആ വാഹനത്തിൽ കയറ്റാനുള്ളൊരു ബലം പ്രയോഗിച്ചുള്ള നീക്കം ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഉടനെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഇടപെടലുണ്ടാവുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ വാഹനത്തിൻ്റെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. പോലീസ് എത്തുന്നതിനിടയിലാണ് ഈ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ തന്നെ ഈ വാഹനത്തിൽ എഴുതിയ നമ്പറിലേക്ക് വിളിച്ചത്. അപ്പോഴാണ് പറയുന്നത് തങ്ങളുടെ വാഹനം കാണാതായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നു, കാറ് നഷ്ടപ്പെട്ടു എന്ന കാര്യം അവർ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് കൂടുതൽ തട്ടിപ്പുകാരനാണ് ഇയാളെന്ന് മനസ്സിലായി. കാരണം ബീച്ച് ഭാഗത്തു നിന്നും മോഷ്ടിച്ചെടുത്ത വാഹനത്തിൽ ഈ കുട്ടിയെ കയറ്റിക്കൊണ്ടു പോകുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ പോലും ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത്. 2 തട്ടിപ്പ്, ഒന്ന് വാഹന തട്ടിപ്പ്, മറ്റൊന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം. പലപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ വഴിയോരത്ത് നിന്ന് ലിഫ്റ്റ് വാങ്ങിയൊക്കെ പോകുന്ന കാഴ്ച പതിവാണ്. ഇരുചക്ര വാഹനങ്ങളായാലും അല്ലെങ്കിൽ കാറിനുമൊക്കെ ഈ കുട്ടികൾ കൈ കാണിക്കുകയും ചിലപ്പോഴൊക്കെ ഇറക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിലെ കൈ കാണിക്കലുകളും അല്ലെങ്കിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തുള്ള കാര്യങ്ങളുമൊക്കെ അങ്ങേയറ്റം അപകടം നിറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസും. കാരണം ആ ഓട്ടോക്കാരന് ഒരു സംശയം തോന്നി ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ വാഹനം പരിശോധിക്കുകയും ചെയ്തില്ലായിരുന്നു ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 10 വയസ്സുകാരനെ തെരഞ്ഞുള്ള ഒരു പരക്കം പാച്ചിലായിരുന്നതിനെ കോഴിക്കോട് നഗരത്തിലെ പോലീസ് സേന ഈ സമയം ഇയാളെ സംബന്ധിച്ച് നേരിട്ട് ഇയാളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകങ്ങളും ഇല്ലതാനും. കാരണം ഈ പയ്യാനിക്കൽ ഭാഗത്തൂടെ പോകുന്ന കാർ പരിശോധിച്ചാലും ഒരു ടാക്സി കാറാണ്, ആ കാർ നഷ്ടപ്പെട്ട കാറാണ്. അതുകൊണ്ട് കാറിൻ്റെ ഉടമയെ തെരഞ്ഞു പോയാൽ പോലും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. എന്തായാലും അതെല്ലാമാണ് ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇയാളെ വളരെ വിശദമായി തന്നെ അത്തരം പല ദുരൂഹതകളും സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തിനാണ് ഈ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള യുവാവ് കോഴിക്കോട് എത്തിയത്? വാഹനം മോഷ്ടിച്ചത് എന്തിനാണ്? ഈ കുട്ടിയെ പോകാൻ ശ്രമിച്ചതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്തായിരുന്നു? ഇതേക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? പോലീസ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ചെറുതായൊക്കെ ഇയാളെ കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില പരിക്കുകൾ ശരീരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ നൽകിയ ശേഷമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്ത ശേഷം പുറത്തുവിടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാൾ നൽകിയ അയാളുടെ പിതാവിൻ്റെ വിലാസവും ഫോൺ നമ്പറൊക്കെ നൽകിയിട്ടുണ്ട് കാസർഗോട്ടെ. അയാളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റു കേസുകളിലും മറ്റും പ്രതികളാണ് എന്നുള്ള വിവരങ്ങൾ കാസർഗോഡ് പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇയാളുടെ ഒരു വരവിൻ്റെ ഉദ്ദേശം? ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഈ കാറ് മോഷ്ടിച്ചത് ഒരുപക്ഷെ കുട്ടിയുമായി പോയി ഒരു നിശ്ചിത സ്ഥലം കഴിയുമ്പോൾ ഈ കാറ് വഴിയിൽ ഉപേക്ഷിച്ച് കുട്ടിയുമായി കടന്നു കളയാനാണോ? അല്ലെങ്കിൽ മറ്റെന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദുരുദ്ദേശത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ഈ ഇയാളുടെ പ്രവൃത്തിയെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ ബീച്ച് ഭാഗത്തു നിന്നും ഡ്രൈവർ കാറിൽ താക്കോൽ വെച്ചിട്ട് പോയ ഒരു കാറ് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് വേഗം മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വഴിയിലാണ് പയ്യാനിക്കൽ അങ്ങാടി ഭാഗത്ത് വെച്ച് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നത്. ആദ്യം വീട്ടിലിറക്കാമെന്ന് പറഞ്ഞെങ്കിലും കുട്ടി സമ്മതിച്ചില്ല. വേണ്ട, താൻ നടന്നു പോയിക്കൊള്ളാമെന്ന് പറയുമ്പോൾ വീണ്ടും നിർബന്ധിച്ച് കുട്ടിയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം. അത് എന്തിനാണ്? സാധാരണഗതിയിൽ നമ്മളൊക്കെ വാഹനത്തിൽ വഴിയിലൂടെ പോകുമ്പോഴായാലും ചിലപ്പോൾ ആരെങ്കിലും ഈ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുമ്പോഴാണ്. അതിപ്പോൾ പലപ്പോഴും അത്തരം ലിഫ്റ്റുകൾ പോലും നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം അങ്ങേയറ്റം സുരക്ഷിതമല്ലാതാവുന്നു യാത്രകളടക്കം. അങ്ങനെ വരുമ്പോൾ കൈ പോലും കാണിക്കാതെ ആ കുട്ടിയുടെ അടുത്ത് നിർത്തി വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. ഒരു പരിചയത്തിലുള്ള ആളുമല്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. കുട്ടി ഈ വാഹനത്തിൽ കയറ്റി ഇറക്കാമെന്ന ഇയാളുടെ വാഗ്ദാനം നിരസിക്കുന്നു. അതിനുശേഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടിയുടെ ബാഗിൽ പിടിക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. അങ്ങനെ വാഹനത്തിലേക്ക് ഏത് വിധേനയും കുട്ടിയെ കയറ്റുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഇയാൾക്കുള്ളതെന്ന് ആ സമയത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇത്തരം ഒരു ചെറിയ കശപിശ ഈ വാഹനത്തിൽ നടന്നുകൊണ്ട് തന്നെയാണ് സമീപത്തുള്ള ഓട്ടോക്കാരൻ്റെ ദൃഷ്ടിയിൽ ഈ കുട്ടിയും
ബാഗും ഈ വണ്ടിയും ഈ തട്ടിപ്പുകാരനും ഒക്കെ പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയോട് വന്ന് ചോദിച്ചത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഇയാൾ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, മുൻപരിചയമില്ലാത്ത ഒരാൾ എന്തിനാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ഒരു സംശയം വരികയും വാഹനത്തിൻ്റെ താക്കോൽ ഈ ഓട്ടോ ഡ്രൈവർ ഊരിയെടുക്കുന്നു. വാഹനത്തിനകത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നു. പിന്നീടാണ് ഈ വാഹനത്തിൽ തന്നെ എഴുതി ഒട്ടിച്ചിരുന്ന നമ്പർ, ഒപ്പം ഈ ടാക്സി രജിസ്ട്രേഷനുള്ള കാറാണ്, പ്രത്യേകിച്ചും കോഴിക്കോട് രജിസ്ട്രേഷനുള്ള കാറാണ്, കാസർഗോഡ് സ്വദേശിയാണ് ഇയാൾ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരായ നാട്ടുകാരുടെ ചില ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധി പ്രയോഗിച്ചപ്പോഴാണ് ഇതൊരു മോഷ്ടിച്ചെത്തിച്ച വാഹനമാണെന്ന് പറയുകയും പ്രതിയെ കൃത്യമായി കസ്റ്റഡി എടുക്കാൻ കഴിയുകയും ചെയ്തത്. കേട്ടോ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത് നാട്ടുകാരുടെ ഒരു ജാഗ്രതയിലാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. കാരണം കുട്ടി പലപ്പോഴും ഇയാൾ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, പക്ഷെ വീണ്ടും നിർബന്ധിച്ചു. അവിടെ നാട്ടുകാർ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് അത്ര വലിയൊരു അപകടത്തിൽ